നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ലെബനനെതിരെ വ്യാപക ആക്രമണം നടത്തുകയാണ്. ഹമാസ് ഇസ്രായേൽ പോരാട്ടം ഒരു സൈഡിൽ നിൽക്കുകയാണ്. അതിനിടയിലാണ് ലെബനനെതിരെയും വ്യാപക ആക്രമണം നടക്കുന്നത്. അമേരിക്ക ശക്തമായി തന്നെ മുൻരംഗത്തുണ്ട്. അതായത് ഈ ഒരു ആക്രമണത്തിൽ നിന്നും ഇസ്രായേലിനെ പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക നിൽക്കുന്നത്. വൻ നീക്കമാണ് അമേരിക്ക ഇതിനായി നടത്തുന്നത്. പെന്റഗൺ അറിയിച്ചിരിക്കുന്നത് ഇസ്രായേൽ സുരക്ഷാ വിഭാഗ മേധാവികളെ ഈ ഒരു വിഷയത്തിൽ ചർച്ചയ്ക്ക് ക്ഷണിച്ചുവെന്നാണ്. മാത്രമല്ല, ഇസ്രായേൽ നടത്തുന്ന മറ്റൊരു നീക്കം ദക്ഷിണ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപക ആക്രമണത്തിനൊരുങ്ങുകയാണ് ഇസ്രായേൽ എന്നാണ്. ഗാസയിൽ നിന്ന് കൂടുതൽ സൈന്യത്തെ വടക്കൻ അതിർത്തിയിലേക്ക് വിന്യസിക്കും. അതിർത്തി മേഖലയിൽ നിന്ന് ഹിസ്ബുല്ലയുടെ സാന്നിധ്യം ഒഴിവാക്കാൻ സൈനിക നടപടിയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. എന്നാൽ വൈറ്റ് ഹൌസ് അറിയിക്കുന്നത് ഇരുകൂട്ടർക്കും ആപൽക്കരമായിരിക്കും യുദ്ധമെന്നാണ്. നയതന്ത്ര നീക്കങ്ങളിലൂടെ സംഘർഷം ലഘൂകരിക്കാൻ ശ്രമം തുടരുമെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഇസ്രായേൽ ലെബനൻ സംഘർഷം ഇല്ലാതാക്കാൻ ഗാസയിൽ വെടിനിർത്തൽ അനിവാര്യമാണെന്നും വൈറ്റ് ഹൌസ് മുന്നറിയിപ്പ് നൽകി. US സ്റ്റേറ്റ് വകുപ്പ് അറിയിച്ചിരിക്കുന്നത് വെടിനിർത്തൽ കരാർ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ നേതാക്കളുമായി ആന്റണി ബ്ലിങ്കൻ ആശയവിനിമയം നടത്തുന്നുവെന്നാണ്. ഇസ്രായേൽ ദേശീയ സുരക്ഷാ വകുപ്പ് മേധാവികൾ ഉൾപ്പെടെയുള്ളവരെ ചർച്ചയ്ക്കായി അമേരിക്കയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അതേസമയം ഇസ്രായേൽ നേതാക്കളുമായി US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സളിവൻ, പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ എന്നിവർ ചർച്ച നടത്തും. ഗാസയിൽ മാത്രമല്ല, ലെബനാന് നേരെയും വ്യാപക ആക്രമണത്തിന് മടിക്കില്ലെന്ന് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പുമുണ്ട്. പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് കുറ്റപ്പെടുത്തുന്നത് ഇസ്രായേലിനെ കൂടുതൽ തകർക്കാനാണ് നെതന്യാഹുവിന്റെ നീക്കമെന്നാണ്. നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിക്ക് മുമ്പാകെ ആയിരങ്ങൾ പ്രകടനം നടത്തി. സർക്കാർ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് വേണമെന്നാവശ്യപ്പെട്ട് തെല്ലവീവിൽ പ്രകടനം നടത്തിയ ആയിരങ്ങളുടെ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ്. മാത്രമല്ല, ഇസ്രായേലിനുള്ള ആയുധങ്ങൾ തടയുന്നതായ നെതന്യാഹുവിന്റെ പ്രസ്താവനയെ വിമർശിച്ച് അമേരിക്ക രംഗത്ത് വന്നിരുന്നു. റാഫ ഉൾപ്പെടെ ഗാസയിലുടനീളം ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. പിന്നിട്ട 24 മണിക്കൂറിനിടെ 35 പേർ കൊല്ലപ്പെട്ടു. 100-ലേറെ പേർക്കാണ് പരിക്കേറ്റത്. ഹമാസ് സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് നടത്തിയ ആക്രമണത്തിൽ 5 സൈനികർക്ക് പരിക്കേറ്റു. ഇവരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. അതേസമയം ജൂൺ 18-ന് IDF ആക്രമണത്തിൽ ഒരു സിറിയൻ ഉദ്യോഗസ്ഥന് കൊല്ലപ്പെട്ടു. ക്യൂനൈത്രയിലെയും ദാറയിലെയും 2 സിറിയൻ സൈനിക സൈറ്റുകൾ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചതായി ഏജൻസി അവകാശപ്പെട്ടു. കൊല്ലപ്പെട്ട ഉദ്യോഗസ്ഥൻ ലെബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പുമായി അടുപ്പമുള്ളയാളാണെന്നും ചില റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നുണ്ട്. ഹിസ്ബുല്ലയുമായി ബന്ധമുള്ള ആരെയും വെറുതെ വിടില്ലെന്ന ശക്തമായ നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുകയാണ്. ലെബനാനിലേക്ക് സൈന്യത്തെ അയക്കാനുള്ള കാരണവും ഇതാണ്. ക്യൂനൈത്രയിലെയും ദാറയിലെയും 2 സിറിയൻ സൈനിക സൈറ്റുകൾ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചതായി IDFും അവകാശപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.